അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി സിനാന് വല്ലാത്ത വിഷമം. ഉമ്മ പറഞ്ഞു, മോനെ അപ്പോ നീ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത് അവളെ വിടാൻ വേണ്ടിയിട്ട്? ഏ അവൻ ഒന്നും മിണ്ടിയില്ല. ഉമ്മ, അത് ഒന്നുമില്ലമ്മ. പൊന്നു മോനെ, പിന്നെ നീ എന്താ വിഷമിക്കുന്നത്? ഓള് ഹാപ്പിയാണല്ലോ. ഉമ്മ, ഞാൻ കഴിവില്ലാത്തവനല്ലേ, എനിക്കൊന്നിനും കഴിവില്ലല്ലോ ഉമ്മ. പൊന്നു മോനെ, ആ പെൺകുട്ടി പാവം പെണ്ണാണ് ബുഷി. നിനക്ക് ഇനിയിപ്പോൾ അങ്ങനെ കഴിവുകേടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിയോടും ഓള് പരാതിയും പരിഭവവും പറഞ്ഞിട്ടില്ല. കാര്യം മറ്റൊന്നുമല്ല, അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പാവം പെണ്ണാണ് ബുഷി. വീട്ടിലത്തെ കാര്യത്തിനാണെങ്കിലും ഉഷാറാണ്, നിൻ്റെ കാര്യത്തിനാണെങ്കിലും നിന്നെ നോക്കുന്ന കാര്യത്തിലും എൻ്റെ കാര്യത്തിലും ഒക്കെ ആക്റ്റീവായ മോളാണ്. ഉമ്മ, അതൊക്കെ ശരി തന്നെയായിരിക്കാം. പക്ഷെ ഉമ്മ, എനിക്ക് എന്താടാ നിനക്ക്? അവൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത് മോൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഉമ്മ, നഴ്സുമാരല്ലേ, അതൊക്കെ ഉണ്ടാവും. അവർക്ക് നൈറ്റായിട്ടും പകലായിട്ടും ഒക്കെ ഉണ്ടാവും. നമ്മളെ ഇഷ്ടത്തിനൊന്നും നടക്കൂലല്ലോ. അതെ മോനെ, അതും ശരി തന്നെയാണ്. നമ്മളും കുറച്ച് കണ്ടറിയണ്ടേ. നമ്മളിപ്പോൾ ഏതായാലും പഠിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പം പിന്നെ അവളുടെ ഇഷ്ടത്തിന് നമ്മൾ കുറച്ച് മോനെ നിന്ന് കൊടുക്കും വേണ്ടേ? കാരണം ഏതായാലും എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു സ്ഥിതി ആവുമ്പോഴേ അപ്പം പിന്നെ അവളുടെ ജോബിൻ്റെ കാര്യത്തിലെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണ്ടേ? ഉമ്മ, അത് എന്താ മോനെ നീ വിഷമിക്കുന്നത്? എന്തായാലും ബുഷിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നമുക്ക് ഭാഗ്യമല്ലേ. എന്ത് നല്ല മോളാ. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരങ്ങനെ നിൽക്കുമോ? എൻ്റെ മോൻക്ക് ഏതായാലും അതിനുള്ള കഴിവും ശേഷിയും പഠിച്ചൊന്നും തന്നിട്ടില്ല. എന്നാലും ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും നിൽക്കുമോ? ഇതിനിടം തന്നെ ഇനിയിപ്പോൾ സൽക്കാരത്തിന് പോകുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഏതൊക്കെ വിചാരിച്ചിട്ട്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ചോദിക്കുന്നതേ, ചെന്ന ഉടനെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം, എന്താ ഐഡിയൊക്കെ റെഡിയായില്ലേ, മാഷാ അള്ളാ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കേ. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള സൽക്കാരം. പക്ഷേ നമ്മളെ ബുഷി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഓള് നല്ല മോളാണ്. മോനെ ഇനി സാരമില്ല, ഓള് പോയിക്കോട്ടെ, കുറച്ചൊക്കെ നമ്മളങ്ങനെ വിട്ട് കഴിഞ്ഞ് കൊടുക്കുക. ഇനിയിപ്പോൾ അതിനും സമ്മതിച്ചില്ലെങ്കിൽ എന്താകും? ഓള് എന്താ പറയുക, തീരെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ജോലിക്ക് വിടണില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടേ എൻ്റെ മോനെ കുറ്റപ്പെടുത്തലേ ഉണ്ടാവുള്ളൂ ബാക്കി. പിന്നെ അതുമല്ല, ഓളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിക്ക് ആരാ ഉണ്ടാകുന്നത്? മോനെ, ഞാനൊന്ന് കണ്ണടച്ചാലും എൻ്റെ പൊന്നുമോനക്കൊരാളുണ്ടല്ലോ, ഓള് സ്നേഹമുള്ള പെണ്ണാണ്. കുറച്ചൊക്കെ ഒന്ന് കണ്ടില്ല എന്നടിച്ചോ. കാരണം ഓളങ്ങനെ തെറ്റ് ചെയ്യണ കുട്ടിയൊന്നല്ല. ഇനിയിപ്പോൾ ഒരു ഡോക്ടർ കൂടെ അങ്ങോട്ട് പോയിക്കണമെന്ന് വിചാരിച്ചിട്ടോ സാരമില്ല. എന്നാൽ അതാ അവൻക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അതിനെക്കുറിച്ച്. അവളെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു ഉമ്മയുടെ ഇഷ്ടത്തിന്. അതെ ഉമ്മ, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് എനിക്ക് ഒരു കല്യാണം വേണ്ട, എനിക്കതിനുള്ള യോഗമില്ലെന്ന്. കാരണം ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരു പുരുഷൻ്റെ സാന്നിധ്യമായിരിക്കും. എൻ്റെ സാന്നിധ്യം എന്നതിലുപരി ആ പെണ്ണ് എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും എൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ടാകുക. പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരിക്കും. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ്, എന്നാലും ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞാലും ഇതിലൊരു മാറ്റം വരുന്നില്ല. ഏറി വന്നാൽ ഞാൻ അവളെ വിളിക്കും, അവളെ പേര് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും, കെട്ടിപ്പിടിച്ചുറങ്ങും. അതിലുപരി എനിക്കൊന്നും. മോനെ, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. ഏതായാലും പഠിച്ചവൻ അങ്ങനെ സൃഷ്ടിച്ചു എന്ന് കരുതി വിവാഹം നിക്കാഹൊന്നും വേണ്ടെന്ന് വിചാരിച്ചങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കേ. ഉമ്മ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ആ പെണ്ണിൻ്റെ ജീവിതം നമ്മളൊന്ന് ഉൾക്കൊള്ളേണ്ടതായിരുന്നു. പൊന്നു മോനെ, സാരില്ല, അതൊക്കെ വിട്. എന്തായാലും സിനാൻ ഡോക്ടർ ഓളെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അവൾ അങ്ങനെയെങ്കിലും ഡ്യൂട്ടിയെങ്കിലും ചെയ്തിട്ട് സന്തോഷിക്കട്ടെ. ഏതായാലും അവൾ മറുത്തൊരു വാക്ക് എന്നോട് പറയേ അല്ലെങ്കിൽ എതിര് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ മോനായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കണ്ട. അതൊക്കെ സാധാരണ നഴ്സുമാർക്ക് അങ്ങനെ തന്നെയല്ലേ. ഡോക്ടർമാരായാലും നഴ്സുമാരായാലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും, പല ഡ്യൂട്ടികളൊക്കെ ഉണ്ടാകും. അത് ഏതായാലും അവൾ പോയി. ഇനി അവൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നും ചെയ്തോളും. മോനക്ക് ഇനി പോരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. നല്ല കാര്യമല്ലേ സിനാൻ ചെയ്തത്. എന്നാൽ രാത്രി എപ്പോഴും ഡ്യൂട്ടി ഇനി രാവിലെയാണോ കഴിയുക?
അപ്പോൾ അവൻ കൊണ്ടുവന്നാക്കി തരികയാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ മോൻ പോയി കൊണ്ടുപോവാ. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും, അതിപ്പോൾ ഒരാളായിട്ടല്ലല്ലോ. പക്ഷേ മറ്റു ഡോക്ടർമാരെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ചിന്താഗതിയില്ല സിനാൻ. അവൻ എന്തൊക്കെയോ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെയാണ് അവൻക്ക് തോന്നിയത്. ആ രാത്രി അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇല്ല, ഉറക്കം വരുന്നില്ല. അവളില്ലാത്ത രാത്രി എനിക്ക് ആദ്യമായിട്ടാണ്. അവളെൻ്റെ കൂടെ ഒന്ന് കിടന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, എന്നാൽ എനിക്ക് സമാധാനമാണ്. പക്ഷേ ബുഷി അറിയാതെ അവൻ വിളിച്ചു. ഇല്ല, അവളില്ല. അവൻ എഴുന്നേറ്റു ബാൽക്കണിയിലേക്ക് പോയി. അത് പുറത്ത് ആ ഒരു കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായി ഇടിയും മിന്നലും ഉണ്ട്. അത് ഒരു ചാറ്റൽ മഴയും. ബുഷി, എന്നെ തനിച്ചാക്കി നീ പോയില്ല വേണേ, എങ്ങനെ നിനക്ക്? ഏയ് ബുഷി, സോറി, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. നീ ഡ്യൂട്ടിക്ക് പോയതാണ്. നീ ഒരു നേഴ്സാണ്, നിന്നെക്കുറിച്ച് വേണ്ടാത്ത ചിന്തിക്കാനേ പാടില്ല. പക്ഷെ എന്തെന്നറിയില്ലടി, നിന്നോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടാണോ എന്തെനിക്കറിയില്ല. നീ ഞാനില്ലാത്ത സമയത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആകപ്പാടൊരു ടെൻഷൻ, എനിക്കൊരു ബേജാറ് അങ്ങനെ തോന്നുകയാണ്. അവൻ അന്ന് ഉറക്കമേ അവന് വരുന്നില്ല. അവൻ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മുകളിലത്തെ റൂം, അതെ, വിശാലമായ റൂമിൽ തനിച്ച് ജീവിക്കുവാനും കഴിയുന്നില്ലായിരുന്നു. ഉമ്മ പറഞ്ഞതുപോലെ, മോനെ, നിനക്ക് ഞാനില്ലാതെയായാൽ ഒരു കൂട്ടിനെങ്കിലും സഹായത്തിന് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് മോനെ ഞാൻ വിവാഹത്തെ നിർബന്ധിച്ചത്. എന്താ ചെയ്യാം, എന്നാലും ഓൾ നല്ല മോളാണ്. അതെ, ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം, ഒരു റാഹത്ത്. പക്ഷേ അവൻ ആലോചനയിൽ തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ബുഷി നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അത് സിനാൻ ഡോക്ടർ അവൾക്ക് വേണ്ടി ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം കൂടെ മറ്റ് സിസ്റ്റർമാരുമുണ്ട്. പക്ഷേ സിനാന് കുറച്ച് കൂടുതൽ പരിഗണന എപ്പോഴും ബുഷിക്ക് നൽകിയിരുന്നു. അത് മറ്റു സിസ്റ്റർമാർ അഭിപ്രായപ്പെടുകയും ചെയ്തു. അതെ സാറ് അവളെ സീനിയർ സിസ്റ്ററെ പോലെയാണ് കാണുന്നത്. കൂടുതലായിട്ട് അവളോടാണ് എല്ലാം പറയുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും. നമ്മളൊക്കെ അസിസ്റ്റൻ്റ് പോലെയാണ്. അതിനെന്താടി, അസിസ്റ്റൻ്റ് ആയാലേ അത്രയധികം ഡ്യൂട്ടിയൊന്നും വരില്ല. അതെ, കാര്യമായിട്ട് ഡ്യൂട്ടി ബുഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതാ അവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ സിനാൻ പറഞ്ഞു, ബുഷി വീട്ടിലേക്ക് വിളിക്കണോ? ഫസ്റ്റ് ടൈം നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും. എന്നാലും ഞാൻ വിളിക്കാം. അൻഷിഫ് എന്ന് വിളിക്കട്ടെ? അത് വേണ്ട, ഉറങ്ങായിരിക്കും. ഓ, ഉറങ്ങാനൊക്കെ ആയല്ലേ. അങ്ങനെ അതാ അവൻ ഫോൺ എടുത്ത് നോക്കി. ആഹാ, ഓൺലൈനിലുണ്ടല്ലോ ആള്. ഓ ആണോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അതാ സിനാൻ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അൻഷിഫ് ഒരു നിമിഷം ഞെട്ടി. സിനാൻ, അതെ, അവൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ. ഒരു നിമിഷം എടുക്കണോ വേണ്ടയോ എന്ന് തോന്നി. എന്നാലും ബുഷി, എന്നോട് നീ ഒരു വാക്ക് ചോദിക്കാതെ പോയല്ലോ എന്നുള്ളതും. എങ്കിലും മനമില്ല മനസ്സോടുകൂടി എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി വിളിച്ചു. ഹലോ അൻഷിഫ്, ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നിൻ്റെ പെണ്ണും പിള്ളയുടെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം അവളെ. ഒരു പേടിയും പേടിക്കണ്ട, അവൾ ഇവിടെ സേഫാണ്. ആ, അവളെ കയ്യിൽ ഫോൺ എടുക്കണോ? വേണ്ട. ആ ഓക്കെ, എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ അവളെ എത്തിച്ചോളാം കേട്ടോ. നീ ഒരു പേടിയും പേടിക്കണ്ട, അവളെ കറക്റ്റ് ടൈമിന് ഞാൻ എത്തിച്ചിരിക്കും. സിനാനാണ് പറയുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അവൻ ഒരു നിമിഷം വിറച്ചുകൊണ്ട് ആ ഫോണിലേക്ക് നോക്കി. സിനാൻ, അതെ, സിനാൻ എല്ലാം നോക്കിക്കോളുമെന്ന്, അവൻ്റെ എല്ലാ കാര്യവും അവൻ നോക്കിക്കോളുമെന്ന്. നോക്കിക്കോട്ടെ, എല്ലാത്തിനും നോക്കാൻ പ്രാപ്തനാണല്ലോ അവൻ എല്ലാത്തിനുള്ള കഴിവുണ്ടല്ലോ. നോക്കാലോ അവരെന്താണെന്ന് വെച്ചാലേ. അതെ, നോക്കാം. എൻ്റെ പെണ്ണെ ബുഷി, നിനക്ക് അവൻ്റെ കൂടെ പോകാൻ എങ്ങനെ തോന്നിയടി? ഇക്കാനെ വിട്ട് നീ എന്തിനു പോയി? അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ബുഷിക്ക് പ്രത്യേകമായി ക്ലാസ്സുകൾ സിനാൻ നൽകിക്കൊണ്ടിരുന്നു. ബുഷി, നൈറ്റ് ഡ്യൂട്ടി ആദ്യമായതുകൊണ്ട് നിനക്ക് ക്ഷീണം കാണും അല്ലേ? നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം എല്ലാവർക്കും. അങ്ങനെ അതാ ബുഷി അവൾക്ക് അനുവദിക്കപ്പെട്ട റൂമിലേക്ക് കയറുവാൻ നിൽക്കുന്നു.
പിന്നാലെ സിനാനും. സർ. ബുഷി, എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് എനിക്ക് പറഞ്ഞേ തീരൂ. അത് ഒന്നുമല്ല, ബുഷിയെ കണ്ടത് മുതൽ സർ ഞാൻ ആരെങ്കിലും നോ പ്രോബ്ലം, അതൊന്നുമല്ല. ഇതിപ്പോൾ അത്യാവശ്യം ഒരു കാര്യം ഞാൻ പറയാണ്. ബുഷി, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നീ എങ്ങനെ അവൻ്റെ കൂടെ നിൽക്കുന്നു? അൻഷിഫ് എന്ന് പറഞ്ഞാൽ അവൻ ആണത്തമില്ലാത്ത ആളാണ്. അതായത് ആണിൻ്റെതൊന്നും അവൻക്കില്ല. എന്താണെന്ന് വെച്ചാൽ നീ അവൻ്റെ കൂടെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു? സർ, അത് അൻഷിഫ്, അദ്ദേഹം പാവമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആണെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അവന് വെറും ഒരു മനുഷ്യനാണ്. ശരിയാണ്, നല്ല മനുഷ്യനാണ്, പാവമാണ്. സർ, അദ്ദേഹം പാവമാണ്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നും. അത് നീ പറയും. എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ടറിയാം. സത്യം പറയണം ബുഷി, നിങ്ങൾ എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു? ഒരു ഡോക്ടർ എന്ന രീതിയിൽ എന്നോട് നീ പറഞ്ഞാൽ മതി, മറ്റൊരു രീതിയിൽ നീ എന്നോടത് പറയണ്ട. ശരിക്കും അയാളുടെ ആ ഒരു ചോദ്യം കേട്ട ബുഷി ഞെട്ടി. സർ, അതെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം മാത്രം നീ പറഞ്ഞാൽ മതി. നിനക്ക് വിഷമമാണെങ്കിൽ വേണ്ട, നിനക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറയുക. ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിലും നിൻ്റെ ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിലുമാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, നിന്നെ എനിക്ക് രക്ഷപ്പെടുത്തണം. നിന്നെ എനിക്ക് രക്ഷപ്പെടുത്തി നിനക്ക് നല്ലൊരു ജീവിതം തരണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും അവനോട് വെറുക്കണമെന്നോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കേണ്ടെന്നോ അതല്ല ഞാൻ പറയുന്നത്. നിനക്ക് നല്ലൊരു ഭാവി ജീവിതം വേണം. ആ ഭാവി ജീവിതമാണ് നിനക്ക് അത് വേണ്ടത്. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ഹാപ്പിയാണ്. ബുഷി, എന്തിനാ മോളെ നീ കളവ് പറയുന്നത്? ഡോക്ടറോടും ഇതിനോടുമൊന്നും കള്ളം പറയരുത് എന്ന് നീ പഠിച്ചിട്ടില്ലേ? സത്യം പറ മോളെ, സത്യം മാത്രം പറഞ്ഞാൽ മതി. നീയും അവനും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. യെസ് ഓർ നോ, അത് മാത്രം മതി. എന്നാൽ അവളാകെ വിയർത്ത് പോയി. റിലാക്സ്, കൂൾ ഡൗൺ. ഒരിക്കലും നീ ടെൻഷൻ ആവരുത്. റിലാക്സ്. എന്താ പറയാൻ കഴിയുന്നില്ല അല്ലേ? ബുഷി ഒരു നിമിഷം ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സർ, ഞാനതിൽ തൃപ്തിയാണ്. ആ, എന്തിലാണ് നീ തൃപ്ത? എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ തൃപ്തയാണ്. ഓഹോ, അപ്പോൾ ഭർത്താവിനെ രക്ഷിക്കുവാനുള്ള എല്ലാ അടവുകളും നീ പഠിച്ചിട്ടുണ്ടല്ലോ. സർ, പ്ലീസ്, ഞാൻ ഇതുപോലുള്ള ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന്. അതിനുത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ഓക്കെ, സോറി. അപ്പോൾ അതെല്ലാം പറഞ്ഞങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞു. അൻഷിഫ് ആൾ കൊള്ളാമല്ലോ, അവൻ ഉഷാറാണല്ലോ. തിരക്കിടില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇങ്ങനെ അല്ല ബുഷി. നിനക്ക് നിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. സർ, അതെ, നിൻ്റെ വടിവൊത്ത ശരീരം ഏതൊരു ആണും ആഗ്രഹിക്കുന്ന ശരീരമാണ്. പക്ഷേ എറിയാനറിയാത്തവൻ്റെ കയ്യിൽ കല്ല് കിട്ടിയാൽ ആ മാമ്പഴം വീഴൂലല്ലോ. എറിയാനറിയില്ല നിൻ്റെ ഹസ്ബൻഡിന്. അതായത് നിന്നെ മെരുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. ഒരിക്കലും നിനക്ക് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയില്ല പെണ്ണേ, അവൻ്റെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം. സർ, പ്ലീസ്, നോ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നത്. ഇവിടുത്തെ ഡ്യൂട്ടിക്ക് അതിനാണ് ഞാൻ വന്നത്. സർ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇതുപോലുള്ളതല്ല ഞാൻ സാറിൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഏയ്, നോ ബുഷി, പ്ലീസ് റിലാക്സ്. എന്താ മോളെ? അല്ലെങ്കിലും കുറച്ച് ദേഷ്യപ്പെടുമ്പോൾ ബുഷിയുടെ മുഖത്ത് ആ സൗന്ദര്യം വല്ലാണ്ട് അങ്ങോട്ട് കൂടിപ്പോവാണ്. സർ, നോ പ്ലീസ് സർ, ഇതുപോലുള്ള സംസാരങ്ങൾ എനിക്ക് താല്പര്യമില്ല. ഓ, റിലാക്സ്. ഓക്കെ, എന്തായാലും നീ പഠിച്ച പെണ്ണാ,
ആണിൻ്റെ മാനം കാക്കുന്ന പെണ്ണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള അവസ്ഥയിൽ ഒരു പെൺകുട്ടികളും നിൽക്കൂലട്ടോ മോളെ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ കൂടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖം നിനക്ക് അറിയണ്ടേ? അത് വെറുതെ ഭർത്താവിൻ്റെ കൂടെ കിടന്നുയിട്ടിട്ട് കിട്ടൂല, മനസ്സിലായല്ലോ? അതെ, അതിന് ഹാർഡ് വർക്ക് വേണം. ഭർത്താവ് അതിന് വേണ്ടി മെനക്കെടണം. ഇതെന്താ മൂടി പൊതച്ച് കിടന്നുറങ്ങുണ്ടാവും അല്ലേ? അതല്ലേ നിൻ്റെ ദാമ്പത്യ ജീവിതം? നോ നോ നോ, ഇതൊന്നുമല്ല ഒരിക്കലും. നീ ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടില്ല. സർ പ്ലീസ്, ഇതുപോലുള്ള സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. സർ, എനിക്ക് റെസ്റ്റ് തരികയാണെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ബുഷി പ്ലീസ്. അവൾ വാതിൽ അടക്കുവാൻ ശ്രമിച്ചു. നോ, ഞാൻ നിൻ്റെ ഡോക്ടറാണ്, ഓക്കെ? നിൻ്റെ ഡോക്ടറാകുമ്പോൾ എനിക്ക് നിന്നിൽ കുറച്ച് അവകാശങ്ങളുണ്ട്. സർ, ഞാനൊരു നഴ്സാണ്. അതെ, ഞാനും നഴ്സിംഗ് കോഴ്സ് പഠിച്ച് പാസ്സായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഒരു ഡോക്ടർക്ക് വേണ്ടി എല്ലാം കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പണയം വെക്കും എന്നൊന്നും ഞാൻ പഠിച്ചപ്പോൾ അതിൽ എഴുതിയിട്ടില്ല. ഞാൻ സൈൻ ചെയ്തിട്ടുമില്ല. ഞാൻ മാന്യമായി ജോലി ചെയ്യും, അതിൻ്റെ സാലറി വാങ്ങും, അത് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ബുഷി പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാം എനിക്കറിയാം, നിൻ്റെ മനസ്സ് എനിക്കറിയാം. നിന്നെ ഞാനൊന്ന് പിടിച്ച് ഒന്ന്. സർ. അതെ, അവൻ്റെ വിറക്കുന്ന കൈകളോടെ അവളുടെ അരികിലേക്ക് അവൻ നടന്നു. സർ പ്ലീസ്, നോ, ഒരിക്കൽ പോലും എന്നെ ടച്ച് ചെയ്യരുത്. റിലാക്സ്. നിന്നെ ടച്ച് ചെയ്ത് നിന്നെ ഒന്ന് മയപ്പെടുത്താനുണ്ട് ആദ്യം. നീ ഇപ്പോഴും കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയെ പോലെയാണ് നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും. അതെ, വിവാഹിതയായ ഒരു പെൺകുട്ടിയല്ല നീ ഇപ്പോഴും. പക്ഷേ വിവാഹിതയായ പെൺകുട്ടിയായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും. പക്ഷേ നീ ഇപ്പോഴും അതായിട്ടില്ല. നീ ഇപ്പോഴും ഒരു കന്യകയാണ്. അതുകൊണ്ട് നിനക്ക് ചിലതൊക്കെ മനസ്സിലാവണമെങ്കിൽ. അവൾ വിറക്കാൻ തുടങ്ങി. സർ, നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്താ മോളെ നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ദേഷ്യം പിടിച്ചാലെങ്ങനെ? നിൻ്റെ കൂടെയുള്ളവരെല്ലാം അതാ റെസ്റ്റ് എടുക്കാൻ പോയി. നിനക്കും ഞാൻ റെസ്റ്റ് തരുന്നു. പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായതുകൊണ്ട് മാത്രമാണ്. നിൻ്റെ ഭാവി ജീവിതമാണ് എൻ്റെ സന്തോഷം. നിൻ്റെ ഭാവി ജീവിതം കൊണ്ട് എനിക്കൊരുപാടൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷേ നിൻ്റെ ഭാവി ജീവിതം തകരാൻ പാടില്ല. അവൻ്റെ കൂടെ നീ ജീവിച്ച് നീ നഷ്ടപ്പെടുത്തരുത്. ഒരു നിമിഷം ജസ്റ്റ് ഒരു വാക്ക് നീ ഒന്ന് മൂളുകയാണെങ്കിൽ നിന്നെ ഞാൻ. സർ, നിങ്ങളൊരു ഡോക്ടറാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അതിനപ്പുറത്തേക്കായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. എനിക്കതിന് കഴിയുകയുമില്ല. സർ പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്കൂ. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. കഴിയുന്നത്ര ആളുകൾക്ക് പരിചരിക്കണം, എല്ലാവർക്കും സേവനം ചെയ്യണം. വീട്ടിൽ ഒരുപാട് സമയം ഇരിക്കുന്നതിന് പകരം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പരിചരിക്കുക എന്നുള്ളതാണല്ലോ. ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. അല്ലാതെ ഒരുപാട് സാലറി പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷേ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നത്, അത് വിചാരിച്ചിട്ടാ. പക്ഷേ മോളെ, എന്താ മോളെ കരയുന്നത്? അതെ, ഞാൻ നിന്നെ എൻ്റെ മോളെപ്പോലെ ഞാൻ കരുതുന്നത്, എൻ്റെ സഹോദരിയെ പോലെ. ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നിന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് വേണേ. നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താൻ, നിനക്ക് നല്ലൊരു ജീവിതം നൽകണം എന്നുള്ള ആ ഒരു, അല്ലാതെ നീയും അൻഷിഫ് ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ ചില കാര്യങ്ങൾ. അത് സർ പ്ലീസ്, ഇത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൾ റൂമിനകത്തേക്ക് കടന്നു. എന്നാൽ അതാ സിനാൻ അവളെ അടിമുടി ഒന്ന് നോക്കി. മുഞ്ചത്തി പെണ്ണേ, നിന്നെ അവനക്കാണല്ലോ കിട്ടിയത്. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവൻ ഒന്നും അറിയാത്ത ആളുടെ കൈകളിലാണ് അവളെ എത്തിച്ചത്. അവളുടെ സൗന്ദര്യം അവളുടെ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യം എൻ്റെ കൺട്രോള് കളയുന്നു. പക്ഷേ എന്നാൽ സാറിൻ്റെ ആ ഒരു നോട്ടം കണ്ട് അവൾ ദഹിച്ചു പോയി. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. വാതിലടച്ചോളൂ, വിളിക്കാം ടൈം ആകുമ്പോൾ. എന്നാൽ അവൾ വാതിലടച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. അതെ സാർ, ഞാനിങ്ങനെയൊന്നും വിചാരിച്ചതല്ലായിരുന്നു. പക്ഷേ
അയാൾ എന്നോട് എന്തിനതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ ഒന്നും. എൻ്റെ ജീവിതം എങ്ങനെയായാലും അയാൾക്ക് എന്താ? അവൾ വിതുമ്പി കരഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ണടക്കണമെന്ന് തോന്നി, പക്ഷെ കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ മുട്ട് കേൾക്കുന്നു. ബുഷ്ര, ബുഷ്ര, ഒരുപാട് ലേറ്റായോ? അവൾ വാതിൽ തുറന്നു. ബുഷ്ര സാറ് വിളിക്കുന്നുണ്ട്, ഡ്യൂട്ടിക്ക് സമയമായി. പിന്നെ നീ എന്താ ഇപ്പോഴും? ഞാൻ വരാം. അവൾ പെട്ടെന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായി. അവൾ ഒന്ന് സെറ്റായി. ഒരുപാട് നേരമായോ? 1-2 വിളി വിളിച്ചു. ഞങ്ങളൊക്കെ പിന്നെ നേരത്തെ. നീ എന്താ ഉറങ്ങിയില്ല അപ്പോൾ? ഞാൻ കുറച്ച്. ഓക്കെ, അതൊക്കെ ശരിയാവും. ഫസ്റ്റ് ടൈം ആകുമ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ റെഡിയായതാ മോളെ. എന്നാൽ ഈ സമയം സിനാൻ ഡോക്ടർ സിസ്റ്റർമാരെ എല്ലാം വിളിച്ചു വരുത്തിയിരുന്നു. എന്താ ബുസ്ര എഴുന്നേറ്റില്ലല്ലോ? അവളെ പോയി വിളിക്ക്. അങ്ങനെയാണ് അവളുടെ ഫ്രണ്ട്സുകൾ അവളെ വന്ന് വിളിച്ചത്. പിന്നെ സാർ അല്പം ദേഷ്യത്തിലാണ് കേട്ടോ, വേഗം പോര്. അവൾ പെട്ടെന്ന് റെഡിയായി വന്നു. അതെ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനേ കഴിഞ്ഞില്ല. ബുഷ്ര എന്താ മുഖത്തേക്ക് നോക്കാത്തത്? അയാളുടെ ശബ്ദം അല്പം ഗൗരവമുള്ളതായിരുന്നു. അത് ഓക്കെ, സ്റ്റാർട്ട്. അങ്ങനെ അതാ അവർ വീണ്ടും ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങി, എല്ലാവരും സാറിൻ്റെ കൂടെ. അദ്ദേഹം തികഞ്ഞ ഗൗരവക്കാരൻ. രാത്രി പറഞ്ഞ ആ ഒരു കളിയും തമാശയും ഒന്നുമില്ല. മൊത്തത്തിൽ ആളാകെ മാറിയിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഡ്രസ്സും മാറിയോ എന്നവർ വിചാരിച്ചു. അതെ, അതെല്ലാം പെട്ടെന്ന്. എന്നാൽ പേഷ്യൻറ്റുകൾ ആ ഡോക്ടറെ കാണുമ്പോൾ കൂടുതൽ സമയം സംസാരിക്കുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ ഓക്കെ, റിലാക്സ്, എല്ലാം റെഡിയാവട്ടെ ഉമ്മ. എല്ലാവരും ഉമ്മ എന്നും ഉപ്പ എന്നും ചേച്ചിയെന്നും വിളിച്ച് നല്ല രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട്. എന്നാൽ സിനാൻ ഡോക്ടർ വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. എന്താ ഉമ്മ, എങ്ങനെയുണ്ട്? മോനെ സുഖമുണ്ട് മോനെ, അല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വല്ലാത്ത. അതൊക്കെ റെഡിയാവട്ടോ. പിന്നെ അതൊക്കെ ശരിയാവും. വേറെ ഒന്നും ചിന്തിക്കരുത്, ടെൻഷൻ ഒന്നും ആകരുത് കേട്ടോ. നമ്മളിവിടെ ഹാപ്പിയായി ജീവിക്കുക. കുറച്ച് കാലത്തെ ജീവിതമല്ലേ, അതിപ്പോൾ ഈ ടെൻഷൻ ആലോചിച്ചിട്ടും അങ്ങനെ കൈ കളയാൻ പറ്റുമോ? നമ്മൾ മാക്സിമം ഹാപ്പിയായി ജീവിക്കുക. ഓക്കെ ഉമ്മ? അതെ, ഉമ്മയൊക്കെ പുറത്ത് 2 തട്ടൊക്കെ തട്ടി റിലാക്സ് ചെയ്ത് ആ ഉമ്മയൊക്കെ പറയുന്നു. ഏതായാലും ആ ഡോക്ടറെ അടുത്ത് എത്തിയാൽ വല്ലാത്തൊരു സന്തോഷമാണ്. അസുഖമൊക്കെ എങ്ങോട്ട് പോയത് കാണൂല. അപ്പുറത്ത് ചേച്ചി എന്തൊക്കെയുണ്ട്? ഓക്കെ അല്ലേ? മെഡിസിനെ കഴിക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് കുറഞ്ഞല്ലോ. അപ്പോൾ അസുഖമൊന്നും ഇല്ലായിരുന്നില്ലേ? ഇത്ര പെട്ടെന്ന് റിലാക്സ് ആയല്ലോ. ഓക്കെ, നാളേക്ക് പോകാലോ. അപ്പോൾ എന്തായിരുന്നു അസുഖം? ഒന്നുമില്ലായിരുന്നു അല്ലേ? പൊന്നു മോനെ, അതൊക്കെ ഡോക്ടർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ. അത് ശരി. അല്ല ഡോക്ടറെ, നിങ്ങളെ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ ഉമ്മാൻ്റെ ചേച്ചിൻ്റെ അസുഖം മാറുമല്ലോ ഇവിടെ. അങ്ങനെയാണ്. അപ്പോഴേക്കും ഡോക്ടറെ, എൻ്റെ ചേച്ചിക്ക് തീരെ വയ്യായിരുന്നു. പറഞ്ഞു സിനാൻ ഡോക്ടറെ എത്തിക്കിട്ടാൽ തന്നെ മാറുന്നു. പറഞ്ഞ പോലെ തന്നെ. അതെ, അതൊക്കെ ഓരോ പിടുത്താണ്. പിന്നെ ഓക്കെ അല്ലേ? മെഡിസിൻസൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യൂട്ടോ. അങ്ങനെ ഓരോ പേഷ്യൻറ്റിനെയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു. അവരോടെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം അദ്ദേഹം ബുഷിയെ കൂടുതലായിട്ട് ഫ്രണ്ടിലേക്ക് വിളിച്ചില്ല. മറ്റു സിസ്റ്റർമാരെ പോലെ തന്നെ അവൾ പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ എല്ലാവരോടും പറയുന്നു, അതെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകമായി ഓരോരുത്തരെ പേരെടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ റെക്കോർഡ്സൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിരിക്കണം. അതിൽ ഒന്നും തന്നെ വീഴ്ച വരാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പണിഷ്മെൻറ്റ് കിട്ടും. ഓക്കെ? അതെ, സിനാൻ സാർ പറയുന്നതനുസരിച്ച് സിസ്റ്റർമാരും ഒക്കെ പിന്നാലെ നടന്ന് എല്ലാം ചെയ്യുന്നു. പേഷ്യൻസിനുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എല്ലാം എടുത്തു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. ബുഷി കാര്യമായിട്ടൊന്നും പറയാതെ അവരെ ഫോളോ അപ്പ് ചെയ്ത് നടന്നു. കാരണം അവൾക്കറിയാം, കൂടുതലായിട്ട് തലേ ദിവസം തന്നെ രാത്രി എന്നെ വിളിച്ച് കൊണ്ടുപോയിട്ട് തന്നെ മറ്റുള്ളവർക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്തൊക്കെ തന്നെയാലും ഇങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെ അതാ അവൾ ഡ്യൂട്ടിയിൽ തുടർന്നു. ഈ സമയം അതാ നമ്മുടെ ഷാമിലിൻ്റെ വീട്ടിൽ. മോനെ മോനെ ദയനീയമായി പിതാവ് വിളിക്കുന്നു ഷാമിലിനെ. എന്നാൽ ആ ഉപ്പയുടെ വിളി കേട്ടത് മറ്റാരുമല്ല, അതാ അവിടുത്തെ ഉമ്മയായിരുന്നു.
ആ സ്റ്റോർ റൂമിലേക്ക് കേൾക്കുന്നുണ്ട് അവരുടെ ആ വിളി. എന്നാൽ ഭയന്നു അവർ എണീറ്റു. നേരെ ഷാമിലിൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ട്, മോനെ ഷാമിൽ, മോനെ. ആ, ഉമ്മയാണല്ലേ വിളിക്കുന്നത്. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തു പറ്റി ഉമ്മ? മോനെ, ഉപ്പാൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു നിരക്കും മൂളലും കേൾക്കുന്നു. മോനൊന്ന് പോയി നോക്ക്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.